ഗൗരാമി അല്ലേ? ആ ഓക്കെ. അവിടെ കോഴിയൊന്നും കാണാൻ പറ്റുമോ? നമുക്കുള്ള സീക്രട്ട് ഒന്നുമില്ല. കൂടിന് വേണ്ടി ഞാൻ തയ്യാറാക്കുക. പരിപാടിക്ക് പോയിരുന്നു. ഓക്കെ ഓക്കെ. അങ്കിളിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കൃഷിയിലും കാര്യത്തിലല്ലേ? സമയം പോകുന്നില്ല. ചേട്ടൻ ഇതിനെക്കുറിച്ച് വേറെ എല്ലാവരും പോയി പഠിച്ചിട്ടുണ്ടോ അങ്ങനെയല്ലോ? മറ്റേ വീഡിയോസൊക്കെ കണ്ടു പഠിച്ചാണല്ലേ? അവന് ഇങ്ങനെ വീഡിയോ കണ്ടും പിന്നെ കുറച്ച് നമ്മൾ ഐഡിയ ഉണ്ട്. അതെ 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 ഒരു ബേസിക് കിട്ടിയാലോ. അതെ 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 അതെ. ഈ നേരത്തെ ടെറസിന്റെ മേളിലൊക്കെ ചെയ്തോണ്ടിരുന്നു. ടെറസിന്റെ മേലല്ലേ? കൂണെന്ന് പറഞ്ഞില്ലേ? ആ അതെ. കൂണ് അവിടെ തുടങ്ങിയത് അവിടെ ഫീൽഡായിട്ട്. ഓ ഓക്കെ ഓക്കെ. പിന്നെ ഇത് അതിന്റെ വേസ്റ്റാണ്. ഈ ഇതിന്റെ ലാർവയുടെ അല്ലേ? ഇത് ഏത് തരം കോഴിയാണ്? ഇത് റെയിൻബോ റൂസ്റ്റർ. റെയിൻബോ റൂസ്റ്റർ അല്ലേ? റെയിൻബോ റൂസ്റ്റർ. റെയിൻബോ റോസ്റ്റർ. റെയിൻബോ റൂസ്റ്റർ. റെയിൻബോ റൂസ്റ്റർ. ഓക്കെ. ഇതിപ്പോൾ എത്ര നാൾ പ്രായമായിട്ടുണ്ട്? 2 മാസം കഴിഞ്ഞ് കോഴിയാണ് അല്ലേ? ഇതിപ്പോൾ ഓരോ സെപ്പറേറ്റ് കൂടുകളാണ് അല്ലേ? ഒരു കൂട്ടിൽ 3 എണ്ണം വെച്ചു. ഇതിൽ കൊടുക്കുക അല്ലേ? കൊടുത്താണല്ലേ? ഓക്കെ. ഇപ്പം എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ബൾക്കായിട്ട് പോകുമ്പോൾ നമുക്ക് 160 രൂപ. 160 രൂപ ബൾക്കായിട്ട്. സിംഗിൾ കൂടെ കൊടുക്കുമ്പോൾ 200 രൂപ. 200 രൂപയ്ക്കാണല്ലോ കൊടുക്കുന്നത് അല്ലേ? എത്ര നാളുള്ളിൽ മുട്ടയുടെ ഒരു വർഷം തീരും? ഇത് മുട്ടയിലാണല്ലോ അല്ലേ? പൂങ്കോഴിയിലാണ് അല്ലേ? ഓക്കെ. അതിന് 1-2 പടയൊക്കെ ഉണ്ട്. അതിനെ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എല്ലാം വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നതാണ്? ഇപ്പം ആക്ച്വലി 2 കിലോ ആയതേ ഉള്ളൂ. 2 കിലോ ആയതേ ഉള്ളൂ. ഒരു ഒരാഴ്ച കൊണ്ട് 2 കിലോ ഒക്കെ ആവും. 2 കിലോ ആവും അല്ലേ? ഓക്കെ. അവിടെ തീറ്റ കൊടുക്കുന്നത് ഇതിന് തീറ്റ കൊടുക്കുന്നത് ഇത് BSF ഇപ്പം ഞങ്ങൾക്ക് BSF അത്ര സുലഭമായിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അതെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോഴിത്തീറ്റാണ് കൊടുക്കുന്നത്. കോഴിത്തീറ്റാണ് കൊടുക്കുന്നത്. ഓക്കെ. ഫിനിഷർ. അതെ. ഓക്കെ. ഫിനിഷർ കൊടുത്ത് പിന്നെ BSF മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്ത് കൊടുക്കും. ഒരു നേരം ഫിനിഷറും കംപ്ലീറ്റ് ഫിനിഷർ കൊടുക്കും. ഉച്ചയ്ക്ക് തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കും. തേങ്ങാപ്പിണ്ണാക്കല്ലേ? ഓക്കെ. വൈകുന്നേരത്തെ പകുതി BSF പകുതി ഫിനിഷറും കൊടുക്കും. ഫിനിഷറും കൊടുക്കും അല്ലേ? ഇത് വെള്ളത്തിലുള്ള സംവിധാനമാണല്ലേ? നമ്മളിപ്പോൾ ഇങ്ങനെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും നമുക്കിപ്പോൾ ഏകദേശം? ഇത് ഒരു കൂടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് 5 അറകളുണ്ട്. 5 അറകളുണ്ടല്ലേ? 5 അറകൾ ഒരു കൂട്ടിൽ. ഇതിൻ്റെ 5 അറകളുണ്ട്. അതെ. അപ്പോൾ 5 അറ ഓർണത്തിന് അത്യാവശ്യം 10 രൂപ. 8 രൂപയ്ക്കും 10 രൂപയ്ക്കും അടയ്ക്കും. നല്ല ഗേജ് കൊണ്ടുണ്ടാക്കിയത് 8 രൂപ 9 രൂപ ആവും. 9 രൂപ അല്ലേ? ഓക്കെ. ഒരു കൂടി ഒറ്റ കൂടി. അതായത് ഈ പിടക്കോഴി ഇടുകയാണെങ്കിൽ 25 എണ്ണത്തിന് ഇടാം ഒരു ഇതിനകത്ത്. ഒരു കൂടിൻ്റെ അകത്ത്. ഇത് അതേസമയം അതിന് സെപ്പറേറ്റ് ചെയ്ത് 5 ഈക്വൽ പാർട്സ്. അതാണ് ഒരു കൂട്. ഇത്തരം 5 ഈക്വൽ പാർട്സ് ആണ് ഒരു കൂട്. അതിനാണ് 8 രൂപ. അത് ജയിച്ച് ഈ ഇതിൻ്റെ ചിലപ്പോൾ 8 രൂപ ഉണ്ട്, 9 രൂപ ഉണ്ട്. ഇങ്ങനെ 8,000 9,000 രൂപ ഒക്കെ ആകും. ഓക്കെ. അതിന് താണ കിട്ടും. ഈ കമ്പി മോശമാണെങ്കിൽ അതിന് താണ കിട്ടും അല്ലേ? ഓക്കെ. ഇത് പ്രത്യേക ഏജൻസികളെല്ലാം ഉണ്ടോ ചെയ്യുന്നത്? ഉണ്ടല്ലേ? ഓക്കെ. അത് കംപ്ലീറ്റ് ഐറ്റം ഫിറ്റ് ചെയ്യും. ഇതെല്ലാം അവിടെ നമ്പറും ഉണ്ട്. നമ്പർ ഉണ്ടെങ്കിൽ എന്നെ കൂടെ കൊടുക്കാം. വീഡിയോക്ക് അത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഈ കോഴികളെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ എൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ അങ്കിളിനെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ പേര് ജേക്കബ് മാത്യു. ഓക്കെ. നല്ല കോഴികളാണ് കേട്ടോ. നല്ല